പിയേഴ്സൺ സാറേ, ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും പ്രകടന പത്രിക അതേപടി നടപ്പാക്കിയ ഒരു സവിശേഷതയുള്ള പാർട്ടിയാണ് BJP അല്ലെങ്കിൽ NDA മുന്നണി. പ്രകടന പത്രിക സാറ് കണ്ടു കാണും. ഈ പ്രകടന പത്രികയെ പറ്റി ഉള്ള അഭിപ്രായം? 2024 തെരഞ്ഞെടുപ്പിലേക്ക് BJP പോകുന്ന സമയത്ത് BJP ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്നു. BJP മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായിട്ടുള്ള പ്രകടന പത്രികകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രകടന പത്രിക നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ ജനപ്രിയമാക്കുക എന്ന ഒരു ലക്ഷ്യം ആത്യന്തികമായിട്ട് BJPക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യമായ 5 ലക്ഷത്തിൻ്റെ ചികിത്സയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തത്. 1. 2, ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങളിൽ 3 കോടി വീടുകൾ നിർമ്മിച്ച് നൽകും സൗജന്യമായി വീണ്ടും. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതെല്ലാം വളരെ ജനപ്രിയമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ 80 ലക്ഷം പേർക്ക് വീണ്ടും സൗജന്യ റേഷൻ അതെല്ലാം തുടരും എന്ന് പറയുന്നുണ്ട്. അതെല്ലാം അതായത് എന്തെല്ലാം ജനപ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ വെൽഫെയർ സിസ്റ്റത്തിനകത്ത്, അതായത് ഇന്നത്തെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഏത് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായാലും അതേപോലെ തന്നെ ആ കേന്ദ്രമായി കഴിഞ്ഞാലും അവർക്ക് ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടത് വെൽഫെയർ സിസ്റ്റങ്ങളാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള സർക്കാരിനാണ് അവർ വോട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവുക. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് BJPയുടെ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പൂർത്തിയാക്കാതെ പോയ ഒന്നാണ് ഏക സിവിൽ കോഡ്. അത് ഈ വർഷം പൂർത്തീകരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റെല്ലാം നമ്മൾ ഇനിയിപ്പം ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ 2047 എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വിഷൻ 2047 എന്ന് പറയുന്ന 2047 ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോഴേ മുന്നോട്ട് പോകുന്നത്. അതൊരു വശമുണ്ട്. ആ വശത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രകടന പത്രികയിൽ BJP മുന്നോട്ട് വെക്കുന്ന സാധനം 6G സാങ്കേതികവിദ്യ നടപ്പിലാക്കും എന്നുള്ളതാണ്. 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകം വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ഊർജ്ജ മേഖലയിലാണ്. കാരണം നമുക്കിന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഊർജ്ജ സംവിധാനങ്ങളെല്ലാം പലതരത്തിൽ പാരിസ്ഥിതികമായിട്ട് നമുക്ക് പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഫോസിൽ ഫ്യൂൽ, അതായത് പെട്രോൾ, ഡീസൽ മുതലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചലനം, നമ്മൾ എന്താണ് ചക്രങ്ങളിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും അങ്ങനെ പലതരത്തിലുള്ള മാരകമായിട്ടുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിട്ട് അന്തരീക്ഷ മലിനീകരണം ശക്തമായി തീരുകയും ഇതിൻ്റെ ഫലമായിട്ട് ആഗോള താപനം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസം ഉണ്ടാകുകയും ചൂട് ക്രമാതീതമായി വരികയും ചെയ്യാണ്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ചൂടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊക്കെ വരുത്തി തീർക്കുന്നത് ഇത്തരത്തിലുള്ളതായിട്ടുള്ള വാതകങ്ങളുടെ വിസർജനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊഴിവാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോകത്ത് ഗ്രീൻ എനർജിയുടെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റി തീർക്കും എന്ന് പറയുന്ന പ്രഖ്യാപനം ഈ പ്രകടന പത്രികയിൽ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്തായാലും വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാരണം ലോകത്തിന് മുന്നോട്ട് പോവുക ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ ഫോസിൽ ഫ്യൂൽ ഇന്ധനങ്ങൾ, അതുപോലെ കൽക്കരി, ഇതൊക്കെ വളരെ മാരകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാധനം. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വലിയ കൽക്കരി കച്ചവടം നടത്തുകയും കൽക്കരി കുംഭകോണം നടക്കുകയൊക്കെ ചെയ്യുന്ന രാജ്യമാണത്. പക്ഷേ ഇതെല്ലാം കുറേ കഴിയുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലേക്ക് മാറ്റേണ്ടതാണ്. അത് ന്യൂക്ലിയർ പവറും ഇതുപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് വളരെ മാരകമാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കാൻ പറ്റില്ല. പിയേഴ്സൺ സാർ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ പ്രകടന പത്രികയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഈ പ്രകടന പത്രിക ഇന്ത്യയിലും ചർച്ചയാവും, ലോകത്തും ചർച്ചയാവും. കാരണം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വരുത്താൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു ആണ് ഗ്രീൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഗ്രീൻ എനർജി എന്ന് പറയുന്ന അത് ഇന്ത്യയിൽ അടുത്ത 5 കൊല്ലത്തിനകത്ത് നടപ്പാക്കുമെന്ന്
ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ നിശ്ചയദാർഢ്യത്തോട് പറയുകയാണ്. കാരണം നമുക്ക് പുള്ളി പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ 5 കൊല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് നടപ്പാക്കിയ മനുഷ്യനാണ്. അതിൻ്റെ മുമ്പിലത്തെ 5 കൊല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് നടപ്പാക്കിയ മനുഷ്യൻ. അപ്പം കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളത് നമുക്ക് നരേന്ദ്രമോദി പറഞ്ഞതുകൊണ്ട് അത് നടപ്പാവും എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അത് അത്രയ്ക്ക് ഒരു കരുത്തോടുകൂടി ഇന്ത്യ പോകും എന്ന ഒരു പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസം അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അല്ല, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടിന്യൂയിങ് ഗവൺമെൻറ്റാണ്. തുടർച്ചയായി കഴിഞ്ഞ 2 ടൈം കഴിഞ്ഞു 3-ാം ടൈമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പുറത്തു നിൽക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വെച്ചാൽ അത് വിശ്വസിക്കാനും ആളുകൾ തയ്യാറായില്ലേ. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടും അതുപോലെ ലോകത്തിന് മറ്റൊരു മാർഗ്ഗമില്ല ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ എനർജിയിലേക്ക് പോകാതെ. കാരണം ഈ ഫോസിൽ ഫ്യൂവലിന് 2 പ്രശ്നങ്ങളാണുള്ളൂ. ഒന്ന്, അത് മിക്കവാറും തന്നെ വറ്റിത്തീരാറായി. ഫോസിൽ ഫ്യൂൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് അതുകൊണ്ട് ദൈനംദിനം ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കയറിക്കൊണ്ടിരിക്കും. ഇതുപയോഗിക്കുന്ന ഒരു വലിയ ഉപഭോക്താവാണ് നമ്മുടെ രാജ്യം എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നൊരു ഘടകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് മാറ്റേണ്ടത് നമ്മളുടെ സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ മാറ്റിയേ പറ്റൂ. മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പോലും പറ്റുകയുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമായിരിക്കില്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ വളരെ കൂടുതൽ ക്രൂഡ് ഓയിൽ കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ളൊരു രാജ്യമാണ്. അതിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ലോക കമ്പോളത്തിൽ അതുണ്ടാക്കുന്നതായിട്ടുള്ള ഇമ്പാക്റ്റും വലുത് തന്നെയായിരിക്കും. അതെല്ലാം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടാകാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ തന്നെ, കാരണം നമുക്ക് കുടിവെള്ളത്തിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം നമുക്ക് ശുദ്ധജലത്തിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ സ്രോതസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹിമാലയമാണ്. ശരിക്കും അവിടെ നിന്ന് മഞ്ഞുരുകി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് പോലും പലതരത്തിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ചൈനയുടെ ഒരു പ്രവർത്തനം ഈ ഹിമാലയ അതിർത്തിയിൽ വളരെ കൂടുതലായിട്ട് അവരുടെ പട്ടാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുന്നു, നമ്മളുടെയും അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹിമാലയം എന്ന് പറയുന്ന ജലസ്രോതസ്സിന് തന്നെ അത് വല്ലാത്ത പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ചെറിയ തോതിലൊക്കെ നമ്മളുടെ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ, കർണാടകത്തിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ സിറ്റി തന്നെ എന്ന് പറയുന്നത് ജലമില്ലാത്ത സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഇത് നമ്മളിപ്പോൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. കുറേ കഴിഞ്ഞ സമയത്ത് എല്ലാ സ്ഥലത്തുണ്ട്. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നത് 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തേക്ക് കടന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് സാങ്കേതികവിദ്യയെ ആശ്രയിച്ച് നിൽക്കുക. ഈ സാങ്കേതികവിദ്യയിൽ വലിയ മാറ്റങ്ങളും കുതിച്ചാട്ടങ്ങളും ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ. അത് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ ഈ പേഴ്സൺ സാർ പറഞ്ഞ പോലെ ഇവരുടെ പ്രകടന പത്രികയിൽ 80% വരുന്ന ആൾക്കാർക്ക് വീണ്ടും സൗജന്യ റേഷൻ, അതുപോലെ പ്രായമുള്ളവർക്ക് സൗജന്യ ചികിത്സ, അതുപോലെ തന്നെ വീണ്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടില്ലാത്തവർക്ക് 3 കോടി വീട് നിർമ്മിച്ച് നൽകുമെന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഈ BJPയുടെ പ്രകടന പത്രികയകത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സാർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഇത് ഒരു വിഭാഗത്തിന് വേണ്ടി ഇന്ന് മോദി പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ സാധാരണക്കാർ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ആൾക്കാർ, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയായാലും CPMൻ്റെ പ്രകടന പത്രികയായാലും ഓരോ വിഭാഗങ്ങൾ, അതായത് മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ മറ്റു വിഭാഗം, ഇങ്ങനെ ചില രാജ്യത്തെ ജനങ്ങളെ പാവം പിടിച്ചവനും പണക്കാരനും അല്ലെങ്കിൽ ആ രീതിയിൽ വേർതിരിക്കാതെ ജാതിയുടെ പേരിൽ, ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് പറയുമ്പോൾ അവരുടെ പ്രകടന പത്രികയും അവർ അനൗൺസ് ചെയ്യുന്നതിനകത്ത് പോലും ആ ഒരു വാക്ക് ഉപയോഗിക്കാതെ ഒരു പ്രകടന പത്രികയും ഇന്ത്യയുടെ പുരോഗതിക്ക്, ട്രെയിനിൻ്റെ കാര്യത്തിന് വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. അതുപോലെ തെക്കും വടക്കും മേഖലയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ, അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബുള്ളറ്റ് ട്രെയിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറുകയാണ്. അപ്പം ഈ രീതിയിൽ ഒരു ഇന്ത്യയുടെ പുരോഗതിക്ക് പേഴ്സൺ സാർ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ ഉയർച്ച അത് മോദി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും സാധാരണക്കാരൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി മുളക്, അതുപോലെ കൃഷിക്കാരുടെ കാര്യത്തിനകത്തൊക്കെ ശ്രദ്ധിക്കുന്നു. ഇതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ആ ഒരു അവസ്ഥയിൽ സാധാരണക്കാരൻ ഇന്ത്യയിലെ പുരോഗതിക്ക് വേണ്ടി ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി നിൽക്കുന്നതാണെന്ന് പ്രതിപക്ഷം മറുപടി കൂട്ടുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ നിന്നും അവരുടെ ആഹ്വാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, ഈ പ്രകടന പത്രികയെ മാത്രം വെച്ചിട്ടല്ല നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തും. രാഷ്ട്രീയ പാർട്ടികൾ
സാധാരണ രീതിയിൽ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അത് വിവേചനപരമായിട്ടുള്ള നിലപാടെടുക്കുന്നതിനെതിരെ നമുക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളൊന്നുമില്ല. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്, പക്ഷേ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. നടപ്പിലാക്കേണ്ട കഴിഞ്ഞ സുപ്രീം കോടതി വരെ നടപ്പിലാക്കേണ്ടതായിരുന്നു, അത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. നടപ്പിലാക്കും ഈ സമയത്ത് കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് കൂടി അത് മാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന പ്രകടന പത്രികയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും നമ്മളുടെ രാജ്യത്തിൻ്റെ നാഷണൽ വൈസ് ദേശീയ തലത്തിൽ ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള പ്രകടന പത്രിക. കാരണം അതിന് ആ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമല്ലോ. രാജ്യത്തിൻ്റെ മുഴുവൻ വികസനത്തിൻ്റെ സമഗ്രമായ വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അതിൻ്റെ ഒരു ഭാഗമാണ് സാങ്കേതികവിദ്യയിലുണ്ടാകുന്ന മുന്നേറ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 4ാം വ്യവസായ വിപ്ലവ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ സാങ്കേതികവിദ്യയിൽ അതിശക്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ, ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നതിൽ വെറും സാധാരണമായ രീതിയിലേക്ക് മാറ്റിയവർ സാങ്കേതികവിദ്യയിൽ അവർ വലിയ കുതിപ്പാണ് നടത്തി. അത് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം, നമ്മളതിനൊപ്പം തന്നെ എത്തണം. നമ്മളുടെ പരാധീനതകളെല്ലാവരും മാറ്റി ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ എന്ന് പറയുന്നത് ട്രെയിനുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്ദേ ഭാരത് കൂടുതലെണ്ണം ഓടിക്കുന്നു ട്രെയിനുകളാണ് സാധാരണക്കാർക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നതായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ വരെ ഈ പെട്രോൾ ഡീസൽ ഉപഭോഗം എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിന് വളരെ സാങ്കേതികമായിട്ടുള്ള വികസിതമായ സംവിധാനങ്ങളിലൂടെ ട്രെയിൻ സർവീസ് നമുക്ക് വളർത്താൻ വികസിപ്പിക്കാനും കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി കുറച്ച് സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഇന്ത്യ, അല്ലെങ്കിൽ കൂടുതൽ വികസിത ഇന്ത്യ, അതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10 കൊല്ലവും പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്, അടുത്ത 5 കൊല്ലത്തേക്കുള്ള ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി പറയുന്നൊരു ഗവൺമെൻറ്, ഇന്ത്യയിലുടനീളമുള്ള BJP ഗവൺമെൻറ്റിൽ നിലനിൽക്കുന്നതിൻ്റെ കാര്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാവാം. കാരണം ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. BJP വന്നിടത്തൊക്കെ BJP വീണ്ടും അധികാരത്തിൽ വരുന്നൊരവസ്ഥയാണ്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യക്ക് പുരോഗമനം ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും, വീണ്ടും മോദി അധികാരത്തിൽ വരും എന്ന് ആശിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അല്ല, സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഈ ഇലക്ഷനൊക്കെ വിലയിരുത്തുന്ന സമയത്ത് തന്നെ മോദി തന്നെയാണ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് കരുതുന്നു. ഇപ്പം മോദി ഭരണകാലത്തുണ്ടാകുന്നതായിട്ടുള്ള നെഗറ്റീവ്സ്, ആ നെഗറ്റീവ്സ് കൂടി വരുന്ന ഭരണകാലത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.